എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അവിയലാണ്. അതിനായി നമ്മൾ ഈ പച്ചക്കറികളെല്ലാം നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചേന, കുമ്പളങ്ങ, കൊത്തവര, ക്യാരറ്റ് എന്നിവയാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ആദ്യം നമ്മൾക്ക് ചേനയൊന്ന് വേവിച്ചെടുക്കാം. കാരണം ചേനയ്ക്ക് വേവ് കൂടുതലായതുകൊണ്ട് അത് ആദ്യം തന്നെ ഒന്ന് വേവിക്കണം. അര വേവായ ശേഷം മറ്റു പച്ചക്കറികൾ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരവേവായ ശേഷം വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ചേന ഈ കഷ്ണങ്ങളോടൊപ്പം വേവില്ല. അതുകൊണ്ടാണ്. ഇനി നമ്മൾക്ക് ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഉപ്പ് ചേനൻ്റെ ഒപ്പം ചേർക്കാൻ പാടില്ല. ഉപ്പ് ചേർത്തതിന് ചേന വേവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഉപ്പ് ഒരു അര വേവായ ശേഷം മാത്രം ചേർത്ത് കൊടുക്കുന്നത്. കുക്കറിൽ വെച്ചൊന്ന് ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ പാനിൽ തന്നെ ഇത് ചേന വേവിക്കാൻ വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾക്ക് നാളികേരമാണ് ആവശ്യം. അതിലായി 1 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. പച്ചമുളകും 2 ചെറിയ പീസ് ഇഞ്ചിയും 1/4 സ്പൂൺ ജീരകവും ചേർത്ത് നന്നായി അരച്ചെടുക്കണം. ഇത് കഷ്ണങ്ങളൊക്കെ വെന്ത് വന്ന് വെള്ളവും അതിൽ വറ്റി. ഇനി ഇതിലേക്ക് നമ്മൾക്ക് നാളികേരം അരച്ചത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ നാളികേരത്തിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലുണ്ടെങ്കിൽ അതൊന്ന് വറ്റി വരണവരെ നമ്മൾക്കൊന്ന് ഇളക്കി കൊടുക്കുക. കാരണം അവിയൽ തിക്ക് പരുവാണല്ലോ. അതുകൊണ്ടാണ് ഈ വെള്ളം ഒന്ന് വറ്റണവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എന്ന് പറയുന്നത്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾക്ക് തൈരാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഈ വെള്ളം ഒന്ന് നന്നായി ഡ്രൈ ആയ ശേഷം തൈര് ചേർത്ത് കൊടുക്കുക. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തിളച്ച അതിൻ്റെ രുചിക്കൊക്കെ മാറ്റം വരും. തിളയ്ക്കാൻ പാടില്ല തൈര് ചേർത്താന്നാണ് പറയുക. അതുകൊണ്ട് ഇതൊന്ന് നന്നായി വറ്റിയ ശേഷം നമ്മൾക്ക് തൈര് ചേർത്ത് കൊടുക്കുക. ഇതിൽ വെള്ളമൊക്കെ ഒന്ന് നന്നായി വറ്റി വന്നു. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുക. ഒരു 6 സ്പൂൺ തൈരാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മീഡിയം നല്ല വലിപ്പമുള്ള സ്പൂണാണ്. നമ്മൾക്ക് എത്ര കഷ്ണമാണോ അതിനനുസരിച്ച് തൈര് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കാരണം തൈരിൽ നന്നായി ഇളക്കി യോജിപ്പിക്കുമ്പോൾ അതിൻ്റെ നല്ലൊരു വെള്ള കളർ എടുത്ത് കാണിക്കും. അത് നമ്മൾക്ക് അത്ര തൈരെല്ലാം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. നമ്മുടെ അവിയൽ റെഡിയായി. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞു നമ്മുടെ അവിയൽ റെഡിയായി. ഇതെല്ലാവരും ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും